പാർലമെന്റ് രംഗത്തേക്കില്ല, അദ്ദേഹം അസംബ്ലി രംഗത്തേക്ക് വരാനുള്ള ഒരു നീക്കം നടത്തുന്നു. അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ദേശീയ നേതാവിനെ ഇടിച്ചു താഴ്ത്തുന്ന രീതി ശരിയല്ല. ഞാൻ അങ്ങനെയൊന്നും അദ്ദേഹം ഒരു അധികാരത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടിയിൽ മാന്യമായുള്ള സ്ഥാനം കൊടുക്കണമെന്ന് വാദിച്ച ഒരാളാണ് ഞാൻ. ആ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റി, ആ വീഴ്ച അദ്ദേഹം തിരുത്തണം. അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ഇനി പാർലമെൻ്ററി രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ റിട്ടയർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ 5 കൊല്ലത്തിൽ 6 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് എത്ര അധ്വാനിച്ച പ്രവർത്തകരുണ്ട്. സാധാരണ പ്രവർത്തകരുടെ പ്രവർത്തനത്തിൻ്റെ വിജയമല്ലേ അദ്ദേഹത്തിനുണ്ടായത്. ചുരുങ്ങിയ വോട്ടിനാണെങ്കിൽ എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ സാധാരണ പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ബലമാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അധ്വാനിക്കുന്ന ജനവിഭാഗമൊക്കെ അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ടാണ് ജയിച്ചത്. അല്ലാണ്ട് എലൈറ്റ് ക്ലാസിൻ്റെ വോട്ടുകൊണ്ടല്ല. എലൈറ്റ് ക്ലാസിൻ്റെ വോട്ട് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനാണ് പോയത്. സ്ഥിരം ശശി തരൂരിനെ സഹായിക്കുന്ന എലൈറ്റ് ക്ലാസ് ഇത്തവണ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ സാധാരണക്കാരുണ്ടായിരുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും പട്ടികജാതിയിൽപ്പെട്ട പാവപ്പെട്ട പ്രവർത്തകരും രാപ്പകൽ അദ്ദേഹത്തിന് വേണ്ടി അധ്വാനം ചെയ്തു. അപ്പം അങ്ങനെയുള്ള പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് അംഗമാവാൻ കിട്ടുന്ന അവസരം അദ്ദേഹമായിട്ട് തല്ലിക്കെടുത്തരുതെന്ന് മാത്രമേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുള്ളൂ. അത് അദ്ദേഹം മനസ്സിലാക്കി അത് തിരുത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ല, പാർട്ടിക്കാരനാകുമ്പോൾ പാർട്ടിയുടെ ലക്ഷ്മണ രേഖ വിട്ടുപോകാൻ പാടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബ്യൂറോക്രാറ്റായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്, അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു, പ്രധാനമന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും പാർട്ടി നേതൃത്വത്തിൻ്റെ ലക്ഷ്മണ രേഖ കടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ കോൺഗ്രസ്സിൽ ഏറ്റവും മികച്ച ഒരു അച്ചടക്കം പാലിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ട ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പേരാണ്. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ടോ ജില്ലാ പ്രസിഡൻ്റായിട്ടോ വന്ന ആളല്ല. നേരെ ധനകാര്യമന്ത്രിയായി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വരയ്ക്കുന്ന ലക്ഷ്മണ രേഖയ്ക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും വലിയ മാതൃക ഡോക്ടർ മൻമോഹൻ സിംഗാണ്. അദ്ദേഹത്തിന് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ അഭിപ്രായം അദ്ദേഹം പാർട്ടി വേദിയിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് പാർട്ടി വേദിയിൽ പറയാനാണ്. ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പ്രവർത്തക സമിതി എന്ന നിലയ്ക്ക് ശശി തരൂരിന് ആ നിലയ്ക്കുള്ള ഒരു പരിഗണന കേരളത്തിലെ നേതൃത്വം നൽകുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിന്റെ ക്യാബിനുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം അത് പാർട്ടിയുടെ യോഗത്തിൽ വന്ന് പറയണ്ടേ. ഇപ്പം കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഓൺലൈനായിട്ട് പങ്കെടുത്തിരുന്നു. പക്ഷെ അന്ന് ആശയമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. അങ്ങനെ വല്ല പരാതി അദ്ദേഹത്തിനുണ്ടെങ്കിൽ പാർട്ടി യോഗത്തിൽ പറയാലോ, അല്ലെങ്കിൽ KPC പ്രസിഡന്റിനോട് അദ്ദേഹത്തിന് നേരിട്ട് പറയാലോ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഏതായാലും ഈ ലേഖനം കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് ഒരുപാട് വേദനയുണ്ടാക്കി. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ എന്താ പറയേണ്ടത്, ഇത് അദ്ദേഹം തിരുത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ ഭാഗമായിക്കൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലൊക്കെ സജീവമായിട്ട് അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക്, തെരഞ്ഞെടുപ്പുകൾക്ക് അധികം കൂടെ പങ്കാളികളാവണമെന്നാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് പറയാം. അല്ല, പാർട്ടിയുടെ നയം അദ്ദേഹം അംഗീകരിക്കുന്നതാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് പാർട്ടി ലൈന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ പാർട്ടിയിൽ നിന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടാവും. ഇന്നത്തെ ലേഖനം ആ നിർദ്ദേശങ്ങളാണ്. അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്തതിനെതിരായിട്ടുള്ള ഒരു പാർട്ടിയുടെ പ്രതിഷേധം മാത്രമാണ് ആ ലേഖനത്തിലുണ്ടായിരുന്നത്. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. ഒരിക്കലും അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് തള്ളുന്ന ഒരു ലേഖനമല്ല ഇന്ന് വീക്ഷണത്തിലുണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, മോഡി ട്രംപ് കൂടിക്കാഴ്ചയെക്കുറിച്ച് തരൂർ പറഞ്ഞതിനോട് അവർ യോജിക്കുന്നുണ്ടോ? അത് സക്സസ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞു. സക്സസ് ആയിരുന്നെങ്കിൽ ഇന്നലെ 2ാം ഘട്ടം ഇന്ത്യക്കാരെ കൊണ്ടുവന്നപ്പോൾ കൈവിലങ്ങിനോ കാൽച്ചങ്ങലയ്ക്കോ വല്ല മാറ്റം ഉണ്ടായോ? അതവർ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെ AK ബാലൻ പറഞ്ഞ് ഞങ്ങൾ തമാശയായിട്ട് എടുക്കുന്നുള്ളൂ. കാരണം സന്ദീപ് വാര്യരെക്കുറിച്ച്
അദ്ദേഹം BJP വിട്ടു നടത്തിയപ്പോൾ പറഞ്ഞ പ്രസ്താവനയും പിറ്റേന്ന് അധികം നിലപാട് മാറ്റിയതും സ്വന്തം പാർട്ടിക്കാരുടെ എന്ന് ശാസനം ഏറ്റുവാങ്ങിച്ചതും ബാലനാണ്. അതുകൊണ്ട് ബാലൻ പറയുന്നതിനെ ഞങ്ങൾ അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല.